1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കിഡ്നി മാറ്റിവെക്കലിന് സുമനസ്സുകളുടെ സഹായം തേടി നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശി അജീസ്. 2 കിഡ്നികളും തകരാറിലായ അജീസിനെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തേണ്ടതുണ്ടെന്ന് കിണറ്റിങ്ങൽ അജീസ് ചികിത്സാ ധനസഹായ കമ്മിറ്റി ഭാരവാഹികൾ നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുക. 45 ലക്ഷം രൂപ ചിലവാകും. കിഡ്നി ദാതാവിനെ കണ്ടെത്തിയിട്ടുണ്ട്. കൂലിപ്പണി ചെയ്ത കുടുംബം പുലർത്തിയിരുന്ന അജീസിന് 2022-ലാണ് പരിശോധനയിൽ കിഡ്നികൾക്ക് തകരാർ കണ്ടെത്തിയത്. തുടർന്ന് ചികിത്സയ്ക്കായി വീട് വിൽക്കേണ്ടി വന്നു. നിലവിൽ വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. കാരുണ്യ മനസ്സുകളുടെ സഹായം ഈ യുവാവിനും കുടുംബത്തിനും ആശ്വാസമാകും. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചന്തക്കുന്ന് സ്വദേശിയായ 42 വയസ്സുള്ള കിണറ്റിങ്ങൽ അജീസ് എന്ന ചെറുപ്പക്കാരൻ്റെ 2 വൃക്കകളും തകരാറായി വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ അടിയന്തരമായിക്കൊണ്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയില്ല എങ്കിൽ അവൻ്റെ ജീവന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി അജീസ് ചികിത്സാ ധനസഹായ കമ്മിറ്റി ചന്തക്കുന്നിൽ രൂപീകരിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാവരും ആ പരിപാടിയുമായി സഹകരിച്ച് യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അജീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറക്കമുറ്റാത്ത 2 കുട്ടികളാണുള്ളത്. 3 കുട്ടികളാണുള്ളത്. ചെറിയ കുട്ടി ഇപ്പോഴും 3 മാസം പ്രായമാണ്. അജീഷിന് ഉണ്ടായിരുന്ന ഏക വീട് അവൻ്റെ ചികിത്സാർത്ഥം കടബാധ്യത വന്നപ്പോൾ വിറ്റ് ഇപ്പോൾ ഒരു വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. ആ വീട് തന്നെ ഉണ്ടായത് അവൻ്റെ മാതാവ് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഒരു വീടുണ്ടാക്കാൻ തന്നെ കഴിഞ്ഞത്. ആ വീടും ഇപ്പോൾ വിറ്റ് അതിൻ്റെ മുഴുവൻ പണവും ഈ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയുണ്ടായി. നിത്യചെലവുകൾക്ക് പോലും ഗതിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അജീഷിൻ്റെ കുടുംബം ഇന്ന് മുന്നോട്ട് പോയിട്ടുള്ളത്. അവൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരുമായിക്കൊണ്ട് കിഡ്നി ദാനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിൽ ആരുടെയും മാച്ച് ചെയ്യാൻ കഴിയുന്നില്ല. പലപ്പോഴും പലർക്കും പല രോഗങ്ങളുള്ളത് കൊണ്ട് എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു ഡോണറെ കണ്ടെത്തിയിരിക്കുന്നു. ആ ഡോണറുമായി കൊണ്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വൃക്ക മാറ്റിവെക്കുവാൻ ഉള്ള ശ്രമവുമായി കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 45 ലക്ഷം രൂപയിലധികം ഈ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാകുമെന്നാണ് കണക്കൂട്ടുന്നത്. അത്രയും തുക 45 ലക്ഷത്തിന് പകരം 45 രൂപ പോലും എടുക്കാൻ കഴിയാത്ത ആ കുടുംബത്തെ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി ആ വൃക്ക മാറ്റിവെക്കൽ പ്രക്രിയയ്ക്ക് മുന്നോട്ട് പോകുവാനുള്ള തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതുപോലെയുള്ള ഒരുപാട് കേസുകളിൽ വളരെ കയ്യും മെയ്യും മറന്നുകൊണ്ട് സഹായിച്ച നല്ലവരായ ജനങ്ങൾ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഈ ചികിത്സാ ധനസഹായ കമ്മിറ്റി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ നിലമ്പൂർ നഗരസഭാ കൌൺസിലർമാരായ ബി എ കരീം, കുഞ്ഞുട്ടിമാൻ, കിണറ്റിങ്ങൽ അജീസ്, ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ പി കെ റഫീഖ്, റിയാസ് ചെമ്പൻ, പി എ എം ജാഫർ, നിസാർ ആലുമൽ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.